മാത്രമേ ഒതുക്കാൻ പറ്റൂ എന്നുള്ള ചിന്ത ഒരു വളരെ അസ്ഥാന ചിന്തയാണ്. കാരണം ഈ കമ്പോസർ തന്നെ ഈ പാട്ട് ഒരു പക്ഷേ സ്വയം പാടിയിരുന്നെങ്കിൽ 7 മിനിറ്റ് പാടിയല്ലേ. അത് പാടി നമ്മളൊന്നും കേട്ടിട്ടില്ലല്ലോ. കാരണം വിൽവാതിനാഥൻ പള്ളിയുണരുമ്പോൾ ഇങ്ങനെ പാടുമ്പോൾ അതിൽ മീറ്റർ, താളം, ലയം, മെലഡി, ഇത് തന്നെ കവിത എന്നൊരു അസ്തിത്വം വരുമ്പോൾ എനിക്ക് വിൽവാദ്രിനാഥൻ പള്ളി ഉണരുകയാണ് രാവിലെ. വളരെ അലസമായിട്ടാണ് നമ്മൾ എണീക്കുക. നമ്മൾ ഇങ്ങനെയല്ല എണീക്കുന്നത്, നമ്മൾ പതുക്കെയാണ് എണീക്കുന്നത്. അപ്പോൾ വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ഇതിനകത്ത് ഇപ്പോൾ ബിജേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്ന വെച്ചാൽ ഓരോ കലാകാരനും, ഓരോ ആർട്ടിസ്റ്റും ഓരോ വികാരം ഫീൽ ചെയ്യുന്നത് വളരെ രസമായിട്ട്. ഇപ്പം ഞാൻ പാത്തോസ് അനുഭവിക്കുന്ന പോലെയല്ല ശ്രീമാൻ ബിനീഷ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ വിഷമം അനുഭവിക്കുന്നത് വളരെ വ്യത്യാസമുണ്ട്. ചിലർ വളരെ കരഞ്ഞ് ആർത്ത് വിളിച്ച് കരഞ്ഞ് വിഷമിക്കുന്നവരും ഒരു ഭാഗത്ത് പോയിരുന്ന് ഒന്നും സംസാരിക്കാതെ മിണ്ടാതെ ശാന്തമായിട്ടിരുന്ന് അവരുടെ വിഷമം ഉൾക്കൊള്ളുന്ന വളരെ വൈവിധ്യമാർന്ന ഒരു ജീവിതം നമുക്കുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് എന്നോട് പലപ്പോഴും പറയുന്നൊരു കാര്യം പ്രാണസഖി എന്നുള്ള പാട്ട്. പ്രാണസഖി എന്നുള്ള പാട്ടിൻ്റെ വരികൾ വിരഹം എന്ന് വെച്ചാൽ ഞാനൊരു പാമരനായ മനുഷ്യൻ, നിങ്ങളെപ്പോലൊരു വ്യക്തി എന്നെ പ്രേമിക്കുമോ, എനിക്ക് ഒരു അൺഅറ്റൈനബിൾ ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരിക്കലും പ്രാപ്യമാകാത്ത ഒരു സ്നേഹത്തിനെ പ്രതിഫലിക്കുന്നത്. പക്ഷേ ഈ പാട്ട് പാവൊക്കെ ചെയ്തിരിക്കുന്ന സിന്ധുഭൈരവി എന്ന് പറഞ്ഞ രാഗം. ഇപ്പോൾ കർണാടക സംഗീതം പഠിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം സിന്ധുഭൈരവിയുടെ പ്രത്യേകത 12 സ്വരങ്ങളും പാടാവുന്ന ഒരു രാഗമാണ് സിന്ധുഭൈരവി. 7 സ്വരങ്ങൾ എന്നാണ് പറയുക, പക്ഷേ 12 സ്വരങ്ങൾ കൂടുതലുണ്ട്. ആക്ച്വലി 12 കൂടുതൽ സ്വരങ്ങളുണ്ട്, പക്ഷേ 12 സ്വരങ്ങൾ പാടാവുന്ന ഒരു പാട്ട് വരുമ്പോൾ എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനിൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം. ഇതിനകത്ത് സംഭവിക്കുന്നതെന്നറിയോ? നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചത് സിന്ധുഭൈരവി രാഗത്തിലെ ഈണം, മീറ്റർ. എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാൻ, ഇതിൽ ക്വാണ്ടൈസേഷൻ ഉണ്ട്, ലയമുണ്ട്, കവിതയുണ്ട്, ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഞാനെന്നുള്ള വ്യക്തിക്ക് ഇത് വരുമ്പോൾ ഓമനാൾക്ക് താമസിക്കാൻ എനിക്കരടില്ല. ഈ ഒരു മീറ്ററിന് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാൻ ഇതെന്റെ എക്സ്പ്രഷനാണ്. ഉദാഹരണത്തിന് ബാബുക്ക ഈ പാട്ട് സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം അനുഭവിച്ച ഒരു മാനസിക പിരിമുറുക്കം, അല്ലെങ്കിൽ യേശുദാസ് സാർ പാടിയപ്പോൾ അദ്ദേഹം അനുഭവിച്ച ഒരു സന്തോഷം അല്ലെങ്കിൽ ദുഃഖം അല്ല വിരഹം, ഞാനും അത് തന്നെ അനുഭവിക്കണമെന്ന് വാശി പിടിക്കുന്നത് ന്യായമാണോ? ഞാൻ ദുഃഖിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുന്നത് ഒരുപോലെയാണോ? ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഗായകൻ, ഞാൻ കർണാടക സംഗീതം പാടുന്ന ഒരാളാണ്. ഹരിഹരപ്രിയ രാഗം ഞാൻ ഇന്നലത്തെ കച്ചേരിയിൽ പാടുന്നു, നാളെ പാടുന്നു, മറ്റന്നാൾ പാടുന്നു. ഇത് മൂന്ന് കോമ്പസിഷനാണ്. ഈ മൂന്നും ഒരിക്കലും എന്നെ കൊണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്രയും വ്യത്യസ്തമായ കോമ്പസിഷനാണ്. ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞ പോലെ മത്സര ബുദ്ധിയോടുകൂടി ഒരു പാട്ടിനെ സമീപിക്കുക. പക്ഷേ ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഈ ലാളിത്യത്തെ തകർക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് കുത്തിക്കയറ്റി അത്യാവശ്യം ബോധമുള്ള ഒരു സിംഗർ